A+2 സ്വാഗതം. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള താലൂക്ക് തല പരാതി പരിഹാര അദാലത്തുകൾക്കുള്ള തീയതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് നേരത്തെ 2 എപ്പിസോഡുകൾ വിശദമായി ചെയ്തിരുന്നു. അതിൻ്റെ അനുബന്ധമായിട്ടുള്ള ഒരു പ്രധാന എപ്പിസോഡാണ് ഇന്നത്തേത്. ഈ ചാനലിൽ നിരവധി സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് വഴി തർക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. വഴി തടസ്സപ്പെടുത്തുന്നതും വഴി അന്യാധീനപ്പെട്ടു പോകുന്നതും വഴി കയ്യേറുന്നതുമായിട്ടുള്ള വിഷയങ്ങൾ പല ആളുകളും പല പ്രാവശ്യങ്ങളായി ഈ ചാനലിൽ കമൻറ്റ് ബോക്സിൽ ചോദ്യങ്ങളായി വന്നിരുന്നു. അവരോടെല്ലാം പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട വിവരം, നിങ്ങൾക്ക് വഴിത്തർക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ ഈ അദാലത്തിൽ പരാതികളായി നൽകാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ മുൻ പരാതികൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകർപ്പും, ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഏതെങ്കിലും കേസിൻ്റെ വിവരങ്ങൾ ഉണ്ടെങ്കിൽ അതും, വിശദ വിവരങ്ങൾ, സർവേ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കാണിച്ചുകൊണ്ട് രേഖാമൂലം നിങ്ങൾക്ക് ഈ താലൂക്ക് തല അദാലത്തിൽ പരാതികളായി നൽകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ബന്ധപ്പെട്ട ഫയലുകൾ വിളിച്ചു വരുത്തുകയും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഇതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടക്കുകയും ചെയ്യും. ഓർക്കുക, ഈ അദാലത്തുകളിൽ മിക്കവാറും എല്ലായിടങ്ങളിലും ബന്ധപ്പെട്ട മന്ത്രിമാർ പങ്കെടുക്കും എന്നാണ് സൂചന നൽകിയിട്ടുള്ളത്. സർക്കാരിൻ്റെ PRDയിൽ നിന്നുള്ള അറിയിപ്പും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന പരാതികൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ തലയിലെഴുത്തുണ്ടെങ്കിൽ എന്നും കൂടി പറയേണ്ടി വരുന്നു. കാരണം മുൻപ് നടന്നിരുന്ന അദാലത്തുകളിൽ ചിലർക്കൊക്കെ പരാതികൾ പരിഹരിച്ച് കിട്ടി, ചിലരുടേത് ഇപ്പോഴും പെൻഡിങ്ങിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഒരു നിയമപരമായും അനുകൂലപരമായും സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് അനുകൂലമാണെങ്കിൽ സർക്കാരിന് അതിനകത്ത് ഇടപെട്ട് ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് പരിഹരിക്കപ്പെടില്ല എന്ന മുൻവിധിയോടുകൂടി നിങ്ങൾ പരാതി കൊടുക്കാതിരിക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് സർക്കാരിൻ്റെ പരാതി കൊടുക്കാൻ കഴിയുന്ന ഒരു ഓപ്ഷനും നമ്മൾ ഉപേക്ഷ കാണിച്ച് ഇല്ലാതാക്കരുത്. അതുകൊണ്ട് ഈ ചാനൽ നിങ്ങളോട് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ പരാതികൾ കൊടുക്കണം. എങ്ങനെ പരാതി കൊടുക്കണം എന്നുള്ളത് സംബന്ധിച്ച് മുൻ എപ്പിസോഡിൽ വിവരിച്ചിട്ടുണ്ട്. ദയവായി അതുകൂടി കാണുക. നിങ്ങൾക്ക് ഓൺലൈനായി കൊടുക്കാം, അക്ഷയ കേന്ദ്രങ്ങൾ വഴി കൊടുക്കാം, താലൂക്ക് ഓഫീസിൽ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യാം. ചിലർ ചോദിക്കുന്നുണ്ടോ താലൂക്ക് ഓഫീസിൽ എവിടെ കൊടുക്കണമെന്ന്. അദാലത്തിന് വേണ്ടി ഒരു പ്രത്യേക കൗണ്ടർ എല്ലാ താലൂക്ക് ഓഫീസുകളിലും ആരംഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ കഴിയും. ഇപ്പോൾ തീയതികളിൽ ചിലത് മാത്രം വന്നിട്ടുണ്ട്. അത് തൃശ്ശൂർ ജില്ലയുടെ അദാലത്ത് നടക്കുന്ന തീയതി ഈ 16-ാം തീയതി മുതൽ 28-ാം തീയതി വരെയാണ്. അവിടെ 5-ാം തീയതി വരെ, ഡിസംബർ 5 വരെ പരാതികൾ സ്വീകരിക്കും. അത് തൃശ്ശൂർ, മുകുന്ദപുരം താലൂക്കുകളുടേതാണ്. 6-ാം തീയതി മുതൽ 13-ാം തീയതി വരെ മറ്റ് താലൂക്കുകളിലേക്കുള്ള പരാതികളും സ്വീകരിക്കും. മലപ്പുറം ജില്ലയിൽ ഡിസംബർ 19 മുതൽ 27 വരെയാണ് അദാലത്ത് നടക്കുന്നത്. പത്തനംതിട്ടയിൽ ഡിസംബർ 9 മുതൽ 17 വരെ അദാലത്ത് നടക്കും. തിരുവനന്തപുരം ജില്ലയിൽ 9-ാം തീയതി മുതൽ 17-ാം തീയതി വരെ അദാലത്ത് നടക്കും. ഇവിടെ ഡിസംബർ 6 വരെ പരാതി സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മറ്റ് ജില്ലകളുടെ വിവരം ലഭ്യമാകുന്ന മുറയ്ക്ക് അടുത്ത എപ്പിസോഡിൽ നിങ്ങളോട് അവതരിപ്പിക്കുന്നുണ്ട്. എന്തായാലും മറ്റൊരു കാര്യം കൂടി പറയാം. ഇപ്പോൾ ഭൂമി കയ്യേറ്റം അല്ലെങ്കിൽ വഴി തടസ്സപ്പെടുത്തങ്ങൾ, തർക്കങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ മാത്രമല്ല, പോക്കുവരവ് സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളും നിങ്ങൾക്ക് പരാതികൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ നൽകാൻ അവസരമുണ്ട്. അതുപോലെ സർട്ടിഫിക്കറ്റുകൾ സംബന്ധിച്ച പരാതികൾ, ലൈസൻസുകൾ സംബന്ധിച്ച പരാതികൾ, കാലതാമസം ഏതെങ്കിലും വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിഷയങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്ക് പരാതികളായി കൊണ്ടുപോകാവുന്നതാണ്. പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നത്, കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട, നിങ്ങൾക്ക് കെട്ടിട നമ്പർ കിട്ടിയില്ലെങ്കിലും നികുതി വർധനവ് വന്നിട്ടുണ്ടെങ്കിലും, അതുപോലെ വയോജന സംരക്ഷണ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിഷയങ്ങളുമൊക്കെ നിങ്ങൾക്ക് ഈ
അദാലത്തിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം. വിവിധ ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവരാം. ഇത് വളരെ എളുപ്പത്തിൽ പറയുന്നത് മുൻ എപ്പിസോഡിൽ കൃത്യമായും ഇത് വിവരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഏത് ശാരീരിക ബുദ്ധി മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ പുനരധിവാസ വിഷയങ്ങൾ കൊണ്ടുവരാം. ധനസഹായം സംബന്ധിച്ച വിഷയങ്ങൾ കൊണ്ടുവരാം. പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും സംബന്ധിച്ച വിഷയങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാം. റേഷൻ കാർഡ് സംബന്ധിച്ച വിഷയം APL BPL വിഷയങ്ങളുണ്ടെങ്കിൽ അത് കൊണ്ടുവരാം. ചികിത്സാ ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൊണ്ടുവരാം. വളർത്തുമൃഗങ്ങളുടെ നഷ്ടപരിഹാരത്തിന് നിങ്ങൾക്ക് കൊണ്ടുവരുവാം. ഞാൻ ഓടിച്ചെന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വന്യജീവി ആക്രമണത്തിൽ നിന്നുള്ള ധനസഹായം കിട്ടിയിട്ടില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അപകടകരമായ മരം അയൽപ്പക്കക്കാരൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മുറിച്ചു മാറ്റുന്ന വിഷയം ഇപ്പോൾ പെൻഡിങ് ആണെങ്കിൽ ആ വിഷയവും നിങ്ങൾക്ക് കൊണ്ടുവരാം. ഇങ്ങനെ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം നിങ്ങൾക്കിതിൽ കൊണ്ടുവരാം. ഇത് നിങ്ങൾ വ്യക്തമായും നിങ്ങളുടെ അഡ്രസ്സും നിങ്ങളുടെ ഫോൺ നമ്പരും ഒക്കെ വെച്ചുകൊണ്ട് തന്നെയായിരിക്കണം നിങ്ങൾ പരാതി കൊടുക്കാൻ. മുൻ ഏതെങ്കിലും രേഖകൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, പരാതികൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകർപ്പ് കൂടി വെക്കാൻ മറന്നു പോകാതിരിക്കുക. ഇതൊക്കെ രേഖകൾ കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ വിഷയങ്ങൾ ചിലപ്പോൾ ഡിസ്പോസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. രേഖകളൊന്നുമില്ല, പുതിയതായിട്ട് പരാതി കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാം. പക്ഷേ ബന്ധപ്പെട്ട രേഖകൾ ഉണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ നിങ്ങളുടെ വിഷയം ഡിസ്പോസ് ചെയ്യാൻ അല്ലെങ്കിൽ തീർപ്പാക്കാൻ എളുപ്പമായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ പരാതി കൊടുക്കുമ്പോൾ കൈപ്പറ്റ് ചീട്ട് കിട്ടും, അക്നോളജ്മെൻ്റ് സ്ലിപ്പ്, അത് വാങ്ങണം. അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾ കൊടുക്കുന്ന പരാതിയുടെ ഒരു കോപ്പി പ്രിൻ്റ് ഔട്ടായിട്ട് എടുത്ത് വെക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. അപേക്ഷയിൽ നിങ്ങളുടെ മേൽവിലാസം വെക്കുമ്പോൾ ഫോൺ നമ്പർ നിശ്ചയമായും കൊടുത്തിരിക്കണം. ഇമെയിൽ ID ഉള്ളവർ അതും കൊടുക്കണം എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. പലപ്പോഴും പല ആളുകൾ ഇതൊക്കെ തന്നെ പലപ്പോഴും വിസ്മരിച്ചു പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഓർമ്മിപ്പിക്കുന്നത്. ബാങ്ക് ലോണുമായിട്ടുള്ള വിഷയങ്ങളോ ലൈഫ് മിഷൻ വിഷയങ്ങളോ ഭൂമി തരംമാറ്റവുമായിട്ടുള്ള വിഷയങ്ങളോ ഒന്നും സ്വീകരിക്കില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. അക്കാര്യവും മുൻ എപ്പിസോഡിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതുകൂടി കാണുക. എന്തായാലും അദാലത്ത് എന്ന് പറയുന്നതിൽ നിന്നും വിട്ടു നിൽക്കുന്നത് മൂലം നിങ്ങൾക്ക് ആയിരിക്കും നഷ്ടം ഉണ്ടാവുക. ഇനി പരിഹരിക്കപ്പെടില്ല എന്ന മുൻവിധി നിങ്ങൾ തീർച്ചയായും ഉപേക്ഷിക്കണം എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്കാവും നഷ്ടം. നിരവധി ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനു കൂടി കൃത്യമായ ഒരു ഉത്തരം ഞാൻ നൽകുന്നു. നിങ്ങൾ നേരിട്ടാണ് പരാതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ താലൂക്ക് ഓഫീസിൽ പോവുക. അവിടെ കൗണ്ടറുണ്ട്, അവിടെ നിങ്ങൾ പരാതി കൊടുക്കുക. അഡ്രസ്സ് ചെയ്യാൻ ഉള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് താലൂക്ക് തല അദാലത്ത്, താലൂക്കിൻ്റെ പേര് എഴുതുക. നിങ്ങൾ ഇത്രയും മാത്രം നിങ്ങൾ അവിടെ എഴുതിയാൽ മതിയാകും. പിന്നീട് നിങ്ങളുടെ അഡ്രസ്സ്, ഫ്രം അഡ്രസ്സ്, നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഫോൺ നമ്പർ ഒക്കെ നിങ്ങൾ കൃത്യമായും വെക്കണം. ഇമെയിൽ ID ഉള്ളവർ വെക്കണം. ഒരിക്കൽ കൂടി അത് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഇതിൻ്റെ മറ്റ് ഡേറ്റുകൾ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക്, മറ്റ് ജില്ലകളിലെ ഡേറ്റുകൾ കൃത്യമായി ലഭിക്കുന്ന മുറയ്ക്ക് നിങ്ങളെ അറിയിക്കുന്നുണ്ട്. ഇത്തരം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്തകൾ, സർക്കാർ നൽകുന്ന വാർത്തകൾ നിങ്ങൾക്ക് വേണ്ടി ഈ ചാനൽ കൃത്യമായും അറിയിക്കുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റ് ആളുകൾ അറിയാൻ വേണ്ടി ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ലൈക്കും ഓർമ്മിപ്പിക്കുന്നു. നന്ദി.